ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോവാം. പ്രിയങ്കനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കടക്കാവൂർ എന്ന സ്ഥലത്ത് 15 സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് വീടിൻ്റെ എല്ലാ കാര്യങ്ങളും വാസ്തു അനുസരിച്ച് ചെയ്യുവാനാണ് ആഗ്രഹം. ഈ സ്ഥലത്ത് എന്തെങ്കിലും ദോഷമുണ്ടോ, കിണറിൻ്റെ സ്ഥാനം എവിടെ വരണം തുടങ്ങിയ വിശദാംശങ്ങൾ പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രവീന്ദ്രൻ. ഈ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പം ഇവർ ഇത് ഈ ഒരു വസ്തുവിൽ കല്ലിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഏതെങ്കിലും ജ്യോതിഷം ചെയ്യുന്ന ആളെ വിളിച്ച് കാണിച്ച ശേഷം ഈ വസ്തുവിലുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് പരിഹാരം ചെയ്യിപ്പിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഇതിനകത്ത് വീട് പണി തുടങ്ങാൻ പാടുള്ളൂ. അതുപോലെ ഇത് ശരിക്കും കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടായിട്ടാണ് കാണുന്നത്. അപ്പം കിഴക്കോട്ട് ദർശനമായിട്ടുള്ളൊരു വീടാവുമ്പം തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള വാസ്തുദോഷങ്ങൾ വന്ന് കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിൻ്റെ അകത്ത് കിണറിൻ്റെ ഒരു സ്ഥാനമാണ് ഇതിനകത്ത് മെയിൻ ഒരു വിഷയം. കാരണം വെച്ചാൽ ഇതിൻ്റെ ആകെ കുറച്ച് 15 സെൻറ്റ് സ്ഥലം മാത്രമേ ഇതിനകത്ത് ഓൾറെഡി ഉള്ളൂ. കാരണം ഇത് കിഴക്കോട്ടാണ് നമ്മൾ ഇതിന് ദർശനമായിട്ട് വെക്കുന്നത്. അപ്പം ഒന്നുകിൽ ഇവർക്ക് ഗേറ്റ് വയ്ക്കുവാനായിട്ട് തെക്ക് കിഴക്ക് മൂലയെന്ന് കിഴക്ക് കിഴക്ക് മൂല വരെയുള്ള സ്ഥലം എടുത്ത ശേഷം അതിനെ നേർ പകുതിയാക്കി പകുതിക്ക് കിഴക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഗേറ്റ് വെക്കുക. അതുപോലെ കിണർ വരുമ്പോൾ ഒന്നുകിൽ ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാൻ രേഖ മുറിയാതെ കിണർ വെക്കാം. അതുപോലെ അല്ലെങ്കിൽ വടക്ക് ഭാഗത്ത് യമസൂത്രം മുറിയാതെ കിണർ വെക്കാം. കാരണം ചില കിഴക്കുടക്ക് ഭാഗത്തായിട്ട് കിണറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വാസ്തുബലം കൂടുകയും സാമ്പത്തികപരമായിട്ടും ഒക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരും. അതുപോലെ ജോലി സംബന്ധമായിട്ടൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരും. അതുപോലെ വടക്ക് ഭാഗത്തായിട്ട് നമ്മൾ കിണർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഉയർച്ചയും തൊഴിൽ പുരോഗതിയൊക്കെ നമുക്ക് ഉണ്ടാകും. രണ്ട് ഭാഗത്ത് കിണർ കുഴിക്കുന്നത് നമുക്ക് ഐശ്വര്യമാണ്. പക്ഷേ ഇവർക്ക് ഈസ്റ്റ് ഭാഗത്ത് കുഴിക്കുന്നതിനേക്കാളും നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഭാഗത്തോ കുഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം വെച്ചാൽ മറ്റേത് ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അടുത്തൊക്കെ ആയിപ്പോൾ കിണർ വരുമ്പോൾ. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് ഇവർ കിണർ കുഴിക്കാം. അതുപോലെ ഇതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു വഴി വന്ന് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം വെച്ചാൽ കിഴക്ക് വടക്ക് ഭാഗത്തോട്ടുള്ള വഴിമുട്ടുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. കാരണം വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിയും സ്ത്രീകളുടെ ഉന്നമനത്തിനൊക്കെ നല്ലതാണ്. കാരണം ചില വഴിമുട്ടുകൾ നമുക്ക് ദോഷമാണ്, ചില വഴിമുട്ടുകൾ നമുക്ക് നല്ലതാണ്. പക്ഷേ കിഴക്കുടക്ക് ഭാഗത്തൂടെ വന്ന് കയറുന്ന വഴി കൊണ്ട് നമുക്ക് ദോഷമൊന്നും ഇതിനകത്തില്ല. അതുപോലെ ഇതിനകത്ത് നമ്മൾ വീടിന് കല്ലിട്ട് തുടങ്ങുന്ന സമയത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് സ്ഥാനം നോക്കിയ ശേഷം കല്ലിടുക. പക്ഷേ മാക്സിമം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും സ്പേസ് കിട്ടത്തക്കവണ്ണം വേണം കല്ലിട്ട് തുടങ്ങുവാനായിട്ട്. അതുപോലെ ഇതിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഒരു 130 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബാല്യത്തിലേക്കുള്ള കണക്കിലേക്ക് വരും. അപ്പം ചുറ്റളവ് ഇവർ കൃത്യമാക്കണം. അതുപോലെ മെയിൻ ഡോറ് കിഴക്ക് വടക്ക് ഭാഗത്തോ ഇവർക്കാക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ സ്റ്റെയർ കേസ് വരുന്നത് ക്ലോക്ക് വേസിലായിരിക്കണം. അത് തന്നെയല്ല ഇതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് മാറ്റി സ്ഥാപിക്കുക. കാരണം തെക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നേരെ മുകളിലേക്ക് കയറിയിട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വീണ്ടും വടക്കോട്ട് കയറത്തക്കൊണ്ട് പ്ലാൻ ചെയ്യുക. അപ്പോൾ അത് ക്ലോക്ക് വേസിലായി കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളുമില്ല. ഹാളിലാണ് വരുന്നത്. അപ്പോൾ അത്രയും സ്പേസ് ഒട്ടും നമുക്ക് നഷ്ടപ്പെടുകയില്ല. അതുപോലെ കാർ പോർച്ച് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ്. കാരണം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കാർ പോർച്ച് വരുന്നതിനേക്കാളും ഇവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ഇതിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് ഇവർക്ക് കൊടുക്കുന്നതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇവർക്ക് കാർ പോർച്ച് ചെയ്യാം. അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. ആ ബെഡ്റൂമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു 2 സംഭവങ്ങളും അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പൂജാമുറിയുടെ സ്ഥാനം കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. കാരണം കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് പൂജാമുറി മാറ്റി സ്ഥാപിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പവർ ഉണ്ടാവുകയും കുറച്ചുകൂടെ എനർജി കൂടുതൽ കിട്ടുന്നതിനൊക്കെ അത് കാരണമായി തീരും. കാരണം കിഴക്ക് വടക്ക് ഭാഗത്ത് പൂജാമുറിയുടെ സെറ്റ് ചെയ്ത് കഴിയുമ്പം ഇവർക്ക് കുറച്ചുകൂടെ ഐശ്വര്യം ഉണ്ടാകുന്നതിന് അത് കാരണമായി തീരും. ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് കാണുന്നുള്ളൂ. പക്ഷേ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇപ്പോൾ ചില വീടുകളിലാണെങ്കിൽ പൂജാമുറി വീടിന് വെളിയിൽ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ മിക്കവാറും വീടുകളിലെല്ലാം വീടിനുള്ളിൽ തന്നെയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഏത് തരത്തിലാണ് വരുന്നത്? അതെങ്ങനെ ഗുണകരമാകും? ഏതാണ് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെന്ന് പറയാം. നമ്മൾ ഒരു വീട്ടിൽ നമ്മളൊരു പ്രാർത്ഥനാ മുറി നമ്മൾ ചെയ്യുന്നത് നമുക്ക് സ്വസ്ഥമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാനും അതിനകത്ത് കുട്ടികളൊക്കെ കയറി ശല്യം ചെയ്യാതിരിക്കാനും, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആർക്ക് വേണമെങ്കിലും കയറാം. അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ നമ്മുടെ വിളക്കുകളൊക്കെ കൊച്ചുകുട്ടികളൊക്കെ എടുത്ത് താഴെയിടുകയൊക്കെ ചെയ്യാതിരിക്കും. ആരും ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വസ്ഥമായിട്ടൊരു പൂജാമുറി നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു പൂജാമുറി നമ്മൾ ചെയ്യുമ്പോൾ അത് ഒന്നിൽ കിഴക്ക് വടക്ക് ഭാഗത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പല ആൾക്കാരും നമുക്ക് അത്രയും ശുദ്ധമായിട്ടൊന്നും കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കൂടുതലും കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടായിരിക്കും ഞാൻ വരയ്ക്കുന്ന പ്ലാനിൽ വരയ്ക്കാറുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പൂജാമുറിയിൽ നമ്മൾ തിരി കത്തിക്കുമ്പോഴും ഇപ്പം നമ്മൾ സാമ്പത്തിക അഭിവൃദ്ധിയുടെ ദേവതയ്ക്ക് തിരി കത്തിക്കുമ്പോൾ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ ചൈതന്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നമ്മുടെ വീടിനകത്ത് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഐശ്വര്യം. കാരണം വെച്ചാൽ
അപ്പോൾ കൂടുതലും ഞാൻ വരയ്ക്കുന്ന പ്ലാനുകൾ നമ്മൾ വീടിൻ്റെ അകത്തേക്കായിരിക്കും നമ്മളെപ്പോഴും പൂജാമുറി സെറ്റ് ചെയ്യുക. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വീടിന് വെളിയിലേക്ക് പൂജാമുറി സെറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പൂജാമുറിയിൽ കത്തിക്കുന്ന ആ ഒരു എനർജി നമ്മുടെ വീടിനകത്ത് നിൽക്കണം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പം എപ്പോഴും വീടിന് പുറത്തോട്ട് പൂജാമുറിയുടെ ഡോറ് കൊടുക്കുന്നതിനേക്കാളും വീടിനകത്തേക്ക് പൂജാമുറിയുടെ ഡോറ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണുന്നത്. നമ്മൾ ചില വീടുകളൊക്കെ എടുക്കുമ്പോൾ പൂജാമുറിയുടെ ഒരു ഭിത്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിലേക്ക് കൊണ്ട് ചേർത്ത് വെക്കാറുണ്ട്. അപ്പം ഒരിക്കലും നമ്മളൊരു പൂജാമുറിയുടെ ഭിത്തി നമ്മൾ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിലോട്ട് ചേർത്ത് വെക്കാൻ പാടില്ല. രണ്ട് പൂജാമുറിയുടെ വാതിലിന് നേരെ ടോയ്ലറ്റുകൾ വരാൻ പാടില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചില വീടുകളിലൊക്കെ സ്ഥലം വളരെ കുറവായിരിക്കാം. അപ്പോൾ ചിലപ്പം പൂജാമുറി തുറക്കുന്നത് ബെഡ്റൂമിലേക്കായിരിക്കാം. അപ്പോൾ ഈ വക കാര്യങ്ങളൊന്നും നമുക്ക് പാടില്ല. ഇപ്പം പൂജാമുറിക്ക് നമുക്ക് ചിലപ്പം സ്പേസ് ഒന്നും വിടാതാണ് ഒരാൾ വീട് പണിയുന്നതെന്ന് വെച്ചു, നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള പൂജാമുറി വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ തിരി കത്തിക്കുന്ന സമയത്ത് മാത്രം തുറക്കുക, അല്ലാതെ അടച്ചിട്ടേക്കുക. കാരണം വളരെ സേഫാണ്. കാരണം ഒരിക്കലും നമുക്കൊരു നെഗറ്റീവായിട്ടോ ഒരു വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലൊന്നും നമുക്ക് പൂജാമുറി സെറ്റ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങൾ ആരൊക്കെയാണോ അവരെ എല്ലാം വെച്ച് നമ്മൾ ആരാധിക്കുന്നതാണ്. അപ്പോൾ പൂജാമുറിയുടെ വാതിലും പൂജാമുറിയുടെ സ്ഥാനവും കറക്റ്റാണെങ്കിൽ അതുവഴി തീർച്ചയായും നമ്മുടെ വീടുകളിൽ അതിൻ്റെ നമുക്ക് എനർജി ഉണ്ടാവുകയും ചെയ്യും, അതിൻ്റെ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തിരി കത്തിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ദേവതയാണോ നമ്മൾ പ്രീതിപ്പെടുന്നത് അതിൻ്റെ ചൈതന്യമാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക. അപ്പം അത് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ നിൽക്കുമ്പോൾ നമുക്കത് കൂടുതൽ എനർജി ഉണ്ടാവുന്നതിനും പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാവുന്നതിനും അത് കാരണമായി തീരും. പക്ഷേ അതുപോലെ നമ്മുടെ ചില പൂജാമുറിയുടെ ഡോറുകളൊക്കെ നമ്മൾ തുറക്കുമ്പോൾ ചിലപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ടോയ്ലറ്റിൻ്റെയൊക്കെ ഡോറുകൾ വരാറുണ്ട്. അതൊന്നും നമുക്ക് പൂജാമുറി ചെയ്യുമ്പോൾ നമുക്ക് പാടില്ല. കാരണം പൂജാമുറി എപ്പോഴും നമുക്ക് ശുദ്ധമായും വൃത്തിയുമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് കാണുന്നത്. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതോടൊപ്പം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതി അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.